കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് അടുക്കളയിൽ നോക്കുന്ന കേട്ടോ. കാരണം ഞാൻ ഒത്തിരി പണിയായി കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമാണ്. കാരണം പണിയെടുത്തോണ്ടിരിക്കരുത്, അവനോട് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിന്ന് ദീപക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പണിയിലാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളൊക്കെ ഒരുപാട് വരും. അടിക്കണം, തുടക്കണം, മാറാമ്പലടിക്കണം. ഇന്ന് ബുധനാഴ്ചയല്ലേ, നമ്മൾ ബുധനാഴ്ചയൊക്കെയാണ് മാറാമ്പലടിക്കണം, ബുധനാഴ്ചയും ഞായറാഴ്ചയൊക്കെ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കും, ഞാൻ അവനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നുണ്ട് എൻ്റെ പൊന്നിനെ മൈൻഡ് ചെയ്യുന്നുണ്ട് മമ്മി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനെ നോക്കുന്നുണ്ട് കേട്ടാ. അപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് പതിവ് പോലെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അല്ല പൊന്നോ ആ പോണാ. ശരി എന്നിട്ട് ഫുഡ് തരണം, ഡ്രസ്സൊക്കെ മാറ്റണം, തുടച്ചെടുക്കണം. നീ എന്തിനു തുമ്മുന്നത്? ഇത് ഒരു ഒരസൽ ഇതാണ് കേട്ടോ. സന്തോഷം വരുമ്പോഴാണ് ഈ ഉരസുന്നത് സെറ്റിൽ കിടന്ന്. ഇതങ്ങനെയാണ് അവൻ. എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഏറ്റവും ഇസഡ് എനിക്കറിയാം കേട്ടോ. മുമ്പേ ഇറങ്ങുന്ന അവിടെ നിൽക്കേ, ഡാഡി ഇറങ്ങട്ടെ. ഡാഡിയുടെ പിറകെ വന്ന് നിൽക്കുന്ന എന്താണെന്നറിയാമോ, തല ചീകുന്ന ഡാഡി. അതുകൊണ്ട് ചീക്കൊട് കൊച്ചിന്, കൊച്ചിന് ചീക്കൊട്. അവനങ്ങനെ ഒരു ശീലമായിപ്പോയി കേട്ടാ. വെറുതെ നമ്മൾ ചീരുന്നാലും അവന് ചീകണമെന്നാണ്. കണ്ടോ, ഇതൊന്നും ഇതൊക്കെ ലൈവായിട്ട് കാണണം. ഭയങ്കര ഇവൻ ഇന്ന് കയറി നിന്നില്ല. സന്തോഷമായി കറങ്ങലും പിടിക്കലും ഒക്കെ സന്തോഷമായി. ഇപ്പം തണുപ്പൊക്കെ പതുക്കെ ഇപ്പം തണുപ്പുണ്ട്. തണുപ്പ് പതുക്കെ പോകാൻ തുടങ്ങുന്നു. ഇപ്പം ഡേ കൂടുതലാവുന്നുണ്ട്. മറ്റത് 3:30-4 മണിയാകുമ്പോഴേ ഇരുട്ടും കേട്ടോ. ഇപ്പം 5:30 മണിയാകുമ്പോഴാണ് ഇരുട്ടുന്നത്. എന്നാൽ വെയിൽ 3 മണിക്ക് പോവുകയും ചെയ്യും കേട്ടോ. അവന് പോയില്ലെങ്കിലും ഉറക്കം വരില്ല. ഓടിപ്പോക്കോ പോയിട്ട് കയറിയിട്ടാ. ഓടിവാ കാലി കൊടുക്കണം. ഓടിവാ തുടക്കട്ടെ. ഇവിടെ നീട്ടിത്താ. അയ്യോ ഇവിടെ വാ. കൈ തന്നേ തുടക്കട്ടെ മമ്മ. ബാ മോളിപ്പോ ബാ. തുടക്കട്ടെ. പൊക്കിത്ത മമ്മിക്ക്. അച്ചോ. ആ കാല് ഈ കയ്യിലുണ്ട് അഴുക്ക്. തന്നേ ഇങ്ങോട്ട് തോർത്തിലും ഒക്കെ വയ്ക്ക് പൊന്നാ. നല്ല കുട്ടി, ഗുഡ് ബോയ്. അവൻ്റെ ഡ്രസ്സ് ഊരി കേട്ടോ. അപ്പം മരുന്ന് കൊടുക്കുന്നതാണേ. ഒരു കയ്യിൽ വീടിയായിട്ടാണ്. ആന്ന് കാണിച്ച പൊന്നോ. അത് പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു കയ്യിൽ വീടിയായിട്ട് ആന്ന് കാണിച്ച പോവാൻ പോകില്ല. അപ്പം മരുന്ന് കൊടുത്തു കേട്ടോ. അത് ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നാണേ. അപ്പം ഡ്രസ്സ് ഊരിയിട്ട് ഡ്രസ്സ് എന്തിനാ അവൻ്റെ ബെൽറ്റ് ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവനെ ഓടുവേ. അവനെ തുടച്ചെടുക്കാനാണ്. തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിയൊന്നും ഇടുവില്ല, വെറുതെ തുടച്ചെടുത്തതിന് ശേഷം അത്. അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് തുടച്ചെടുത്തിട്ട് വരട്ടെ. ചൂടുവെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് വെറുതെ അവൻ്റെ ഒന്ന് ഇട്ട് അവൻ്റെ ഷാമ്പൂ ഇട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ട് തുടച്ചെടുക്കും കേട്ടോ. ഇത് പൊന്നിൻ്റെ ഷാമ്പൂ ഇല്ലേ, അതിട്ട് ഒരു തുള്ളി ഇട്ടിട്ട് ഒന്ന് പതപ്പിക്കും കേട്ടോ കൈ കൊണ്ട്. എന്നിട്ട് തുടച്ചെടുക്കും. കാരണം ഇവനെ സൺഡേ ഡാഡി കുളിപ്പിക്കുന്നതാണ്. ഒന്ന് തുടച്ചെടുക്കാനാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കും. അവൻ്റെ തന്നെ ഷാമ്പൂ ആണ്. അതിന് ഡോക്ടർ പറഞ്ഞു തരുന്ന ഷാമ്പൂ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കും കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ എല്ലായിടവും അവൻ്റെ ഷാമ്പൂ ഇട്ട് ഒന്ന് തുടച്ചൊക്കെ എടുക്കുക. നമ്മൾ സൺഡേ കുളിപ്പിച്ചിരുന്നാലും നമ്മളൊന്ന് കാതിൻ്റെ ഇടയൊക്കെ നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ ലുക്ക് വാം വാട്ടറിൽ ഒന്ന് തുടപ്പിച്ചെടുക്കുക. അതാണ് സ്ഥിരം കേട്ടോ. ഇല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു സ്മെല്ല് വരില്ലേ. അപ്പം നല്ലവണ്ണം ഡെയിലി ഇപ്പോൾ ഇത് തന്നെയാണ് പണി കേട്ടോ. അവരെ തുടച്ചെടുക്കലും. അവനെ സൺഡേ നമ്മൾ കുളിപ്പിക്കാറുണ്ട്. ഇവിടെ നോക്കട്ടെ അവിടെ ഇരിക്കും. നോക്കട്ടെ കൈയൊക്കെ നോക്കട്ടെ മമ്മ. കൈയൊക്കെ നല്ലോണം. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വീടിയായതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലായിടവും നമ്മൾ തുടച്ചവനെ എല്ലാം കൊടുക്കണം. അപ്പോൾ എന്താണെന്നറിയാമോ, മുട്ടിലുള്ള അഴുക്ക് എല്ലാം ഒന്ന് പോയി കിട്ടും. ഈ കാതിൻ്റെ അകത്തൊക്കെ നോക്കട്ടെ, മുഖത്തൊക്കെ ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് രാവിലെയൊക്കെ തുടച്ചു കൊടുക്കും, കണ്ണിൻ്റെ പീളയും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ തുടച്ചെടുക്കലും ഒക്കെയാണ്. ഇത് കണ്ടോ, കുറേ തുണികൾ അലക്കണം. ഇന്ന്
പിന്നെ മാറാമ്പൽ അടിച്ചു. ഇനി തുടക്കാനുണ്ട്. നമ്മുടെ ദീപക്കവും ഇല്ല, കറി അടുപ്പത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. മോനും അച്ഛനും കൊടുത്തു, ഇവൻ്റെ ഫുഡ് കൊടുത്തു, ഇവൻ്റെ മെഡിസിൻസ് കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോഴേ അവനെ തുടച്ചെടുക്കുന്നു, കണ്ടില്ലേ? ഇനി ഒന്നും കൂടെ നേരെ അവനെ തുടച്ചെടുക്കട്ടെ കേട്ടോ. നിക്ക് പൊന്നാ, നിക്ക്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ്. ഇങ്ങനെ തുടച്ചൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവൻ 2 ബക്കറ്റ് തുണി കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ മോൻ കൊണ്ടുവന്ന് വച്ച് തന്നു മുകളിൽ. ഇനിയും വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്ന ഒത്തിരി തുണികളുണ്ട്, ഷീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ മുകളിലേക്ക് വന്നതാട്ടോ. ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ കാലൊക്കെ തുടച്ചെടുത്തല്ലേ ഇനി വരണം, ഇനി ചെന്നിട്ട് പിന്നെയും തുടക്കണം. ഇവനിങ്ങനെ ആട്ടോ, ഇവന് കാലും കൈയൊക്കെ തുടച്ചില്ലെങ്കിലുണ്ടല്ലോ ശരിയാവില്ല, ബെഡിൽ കയറുന്നതല്ലേ. വെയിലില്ല കേട്ടോ, 10 മണിയായിട്ട് വെയിലൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇച്ചിരി നേരം 11 മണിയാകുമ്പോൾ വെയിൽ വരും, 3 മണിക്ക് കഴിയും. എന്നാൽ ഡേ കൂടുതലുമാണ് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ തണുപ്പ് ഭയങ്കരമായിട്ടിരിക്കുന്ന സമയത്ത് ഡേ കുറവും രാത്രി കൂടുതലുമായിരുന്നു. 4 മണിക്ക് ഇരുട്ടും കേട്ടോ. 5 മണിയാകുമ്പോൾ ഒരു 7 മണിയുടെ പ്രതീതമായത്. ഇപ്പം അങ്ങനെയല്ല, ഒരു 5, 5:15, 5:30 മണിയാകുമ്പോഴേ ഇരുട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അർത്ഥം തണുപ്പ് പോയി വരുന്നു. ഈ ഫെബ്രുവരിയോട് തണുപ്പ് പോകും, പിന്നെ ഇനി അടുത്ത വർഷം. അത് കഴിഞ്ഞാൽ മാർച്ച് ഹോളിയുടെ സമയത്ത് ഒരു ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ നോക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് അടുത്ത തുണിയും കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതുപോലെ ഒരു കണ്ടില്ലേ, ഇഷ്ടം പോലെ പണിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇത് കണ്ടോ, 10 മണിയായപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. കണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ 10 മണിയായപ്പോൾ. ഇത് കണ്ടില്ലേ? കൈ കൊണ്ട് വലിച്ചെടുക്കണം കണ്ടോ. അതാണ് കേട്ടോ ഫ്രണ്ട്സ്, നേരി കാണണം. ഇത് കണ്ടോ, അന്ന് ഈ നോട്ടം ഒരു പതിവാട്ടോ. അപ്പുറത്തവരെ വിളിക്കുന്ന കണ്ടോ, അപ്പുറത്തവരെ വിളിക്കുന്ന സൗണ്ട് ആണ്. കണ്ടോ വിളിച്ചോണത്ത് അപ്പുറത്തെ ആൾക്കാരോട് ഈ സംസാരിക്കുന്നതാണ്. കണ്ടാ ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഒത്തിരി പണിയുണ്ട്. ഇനി തറയൊക്കെ തുടക്കണം, സ്റ്റെപ്പ് അടിച്ച് വാരണം, ഓരോരോ പണികൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിനെ വിട്ടു. മോൻ ഇന്നലെ ഇവിടെ പടയിലുള്ള ഒരാൾ രാത്രി മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് നേരം വെളുപ്പ് വരെ അവൻ നിന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ട് പോകത്തുള്ളൂ. മോളിപ്പോൾ ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടു, കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവന് ഫുഡ് കൊടുത്തു, നിങ്ങൾ കണ്ടല്ലോ. ഇനി തുടക്കണം, പതുക്കെ ഇരുന്ന് തുടക്കണം. ഇന്ന് വിളക്കത്തിക്കൽ ഇത്തിരി വൈകിയാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇവൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുക്കിംഗ് വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.